ചരിത്രമെഴുതി ദ്രൗപദി മുർമു. രാജ്യത്തിന്റെ 15ാം രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു സത്യപ്രതിജ്ഞ ചെയ്തു. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് NV രമണ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. मैं द्रौपदी मुर्मू ईश्वर की शपथ लेता हूँ कि मैं श्रद्धापूर्वक भारत के राष्ट्रपति के पद का कार्यपालन करूंगी तथा अपनी पूरी योग्यता से संविधान और विधि का परिरक्षण, संरक्षण और प्रतिरक्षण करूंगी और मैं भारत की जनता की सेवा और कल्याण में निरत रहूंगी സ്ഥാനമൊഴിഞ്ഞ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിന് സാക്ഷിയായി. അശ്വാരൂഢ സേനയുടെ അകമ്പടിയോടെ രാഷ്ട്രപതി ഭവനിൽ നിന്ന് പാർലമെന്റിൽ എത്തിയ ദ്രൗപദി മുർമുവിനെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ചേർന്ന് സ്വീകരിച്ചു. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് തന്റെ ശക്തിയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. ഒഡീഷയിലെ പിന്നാക്ക ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര രാഷ്ട്രപതി ഭവനിൽ എത്തിയിരിക്കുന്നു. പിന്നാക്ക വിഭാഗങ്ങൾക്കും സ്വപ്നങ്ങൾ കാണാം. അതിന്റെ ഉദാഹരണമാണ് താനെന്നും രാഷ്ട്രപതി പറഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകുമെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമാകുമെന്നും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാഷ്ട്രപതി പറഞ്ഞു. आपका विश्वास और आपका सहयोग मेरे लिए इस नए दायित्व का निभाने में मेरी बहुत बड़ी ताकत रहेगी. मुझे राष्ट्रपति के रूप में देश ने एक ऐसे महत्वपूर्ण कालखंड में चुना है जब हम अपनी आज़ादी का अमृत महोत्सव मना रहे हैं. ऐसे ऐतिहासिक समय में जब भारत अगले 25 वर्षों के विजन को हासिल करने के लिए पूरी ऊर्जा से जुटा हुआ है, मुझे ये जिम्मेदारी मिलना मेरा बहुत बड़ा सौभाग्य है. मैं देश की ऐसी पहली राष्ट्रपति भी हूँ जिसका जन्म आज़ाद भारत में हुआ है. मैं आज देश की सेनाओं को तथा देश के समस्त नागरिकों को कारगिल विजय दिवस की अग्रिम शुभकामनाएं देता हूँ. मैं जनजातीय समाज से हूँ और वार्ड काउंसिलर से लेकर भारत की राष्ट्रपति बनने तक का अवसर मुझे मिला है. ये लोकतंत्र की जननी भारतवर्ष की महानता है. भारत के युवाओं को तथा भारत की महिलाओं को ये विश्वास दिलाती हूँ कि इस पद पर कार्य करते हुए मेरे लिए उनके हित सर्वोपरि होंगे. संविधान के आलोक में मैं पूरी निष्ठा से अपने कर्तव्यों का निर्वहन करूंगी. मेरे लिए भारत के लोकतांत्रिक सांस्कृतिक आदर्श और सभी देशवासी हमेशा मेरे ऊर्जा के स्रोत रहेंगे. ये हमारे लोकतंत्र की ही शक्ति है कि उसमें एक गरीब घर के पैदा होने बेटी, दूर सुदूर आदिवासी क्षेत्र में पैदा हुई बेटी भारत के सर्वोच्च संवैधानिक पद तक पहुँच सकती है. राष्ट्रपति के पद पहुंचना मेरी व्यक्तिगत उपलब्धि नहीं है, ये भारत की प्रत्येक गरीब की उपलब्धि है. मेरा निर्वाचन
इस बात का सबूत है कि भारत में गरीब सपने भी देख सकता है और उन्हें पूरा भी कर सकता है. MG മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, അഭിമാന ദിവസമായിരുന്നു ഭാരതത്തിന് ഇന്ന്, ചരിത്ര ദിവസമായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങ് ഏത് രീതിയിലായിരുന്നു? രാഷ്ട്രപതിയുടെ ഒപ്പം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആദ്യ പ്രസംഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറഞ്ഞത്? ശ്രുതി, തീർച്ചയായും രാജ്യത്തിന്റെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം 75ാം വർഷത്തിൽ നിൽക്കുമ്പോൾ രാഷ്ട്രപതി പദത്തിലേക്ക് ഗോത്രവിഭാഗത്തിൽ നിന്നൊരാൾ എത്തുമ്പോൾ പുതിയ ഒരു ചരിത്രം തന്നെയാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. കൂടാതെ തന്നെ പാർലമെന്റിലെ ഇരു സഭകളിലും അംഗമാകാതെ ഒരാൾ രാഷ്ട്രപതി കസേരയിലേക്ക് എത്തുന്ന ഒരു അപൂർവ നേട്ടത്തിനും ദ്രൗപദി മുർമു സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. നേരത്തെ അശ്വാരൂഢ സേനയുടെ അകമ്പടിയോടുകൂടി പാർലമെന്റിലേക്ക് എത്തിയ ദ്രൗപദി മുർമു ഒപ്പം തന്നെ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെയും ഓം ബിർള, ഒപ്പം തന്നെ ചീഫ് ജസ്റ്റിസ് NV രമണ, കൂടാതെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു തുടങ്ങിയവർ ചേർന്നായിരുന്നു സ്വീകരിച്ചത്. അതിനുശേഷം 14 ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കുകയും ചെയ്തു. 10:15 ചീഫ് ജസ്റ്റിസ് NV രമണ ഈ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും സത്യവാചകം ചൊല്ലി അധികാരത്തിൽ ദ്രൗപദി മുർമു ഈ അധികാരത്തിലേറുകയും ചെയ്തു. തുടർന്ന് ഈ ഒരു ചടങ്ങിന്, ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിന് പ്രധാനമന്ത്രി, ഒപ്പം തന്നെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, കേന്ദ്രമന്ത്രിമാർ, MP-മാർ, ഒപ്പം തന്നെ മറ്റ് രാജ്യത്ത് നിന്നുള്ള വിശിഷ്ട വ്യക്തികൾ, ജനപ്രതിനിധികൾ അടക്കം ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികളുടെ ശബ്ദമായി മാറുമെന്നുള്ളൊരു പ്രഖ്യാപനം ഈ ഒരു പ്രഥമ പ്രസംഗത്തിൽ രാഷ്ട്രപതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ ജനങ്ങൾ തന്നിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസമാണ് മുന്നോട്ടുള്ള പ്രയാണത്തിന് തനിക്ക് ഊർജ്ജം നൽകുന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളും അദ്ദേഹം രാഷ്ട്രപതി തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. കൂടാതെ സ്ത്രീ ശാക്തീകരണത്തിന് കൂടുതൽ ഊന്നൽ നൽകും. കൂടാതെ ഈ ദളിത് വിഭാഗത്തിന് ഉന്നമനത്തിനായി കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യും. കൂടാതെ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഈ ഒരു പ്രഥമ പ്രസംഗത്തിൽ രാഷ്ട്രപതി ഓർമ്മിച്ചെടുക്കുകയും ചെയ്തു. അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളും അവർ നിറവേറ്റാനാകാത്ത പല കാര്യങ്ങളുണ്ട്, അത് നിറവേറ്റാൻ താൻ പ്രതിജ്ഞാബദ്ധമാണ്, അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. കൂടാതെ അംബേദ്കറിന്റെ ആശയങ്ങൾ മുൻനിർത്തി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പ്രഥമ പ്രസംഗത്തിൽ രാഷ്ട്രപതി പറയുകയും ചെയ്തു. അത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി തന്റെ ശബ്ദം ഇനി മുഴങ്ങും. കൂടാതെ ദളിതർക്കും സ്വപ്നം കാണാമെന്നുള്ളൊരു സന്ദേശമാണ് തൻ്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിലെ ഈ നാൾവഴികളിലൂടെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി രാഷ്ട്രപതി പറയുകയും ചെയ്തു. അതിനുശേഷം രാഷ്ട്രപതിയുടെ പ്രസംഗം ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം നിരവധി പേർ ആശംസകൾ അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തു. നേരത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കമുള്ള നേതാക്കൾ രാഷ്ട്രപതിയെ അഭിനന്ദിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്തായാലും വലിയ ഒരു ചരിത്ര മുഹൂർത്തത്തിന് തന്നെയാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുകയും ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഭാരതത്തിൻ്റെ പുതിയ രാഷ്ട്രപതി മണ്ണിൽ തൊട്ടു തന്നെയാകും തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് രാജ്യത്തിൻ്റെ പ്രതീക്ഷ. കൂടാതെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ദുർബല വിഭാഗങ്ങളുടെയും ശബ്ദം ഇനി ദ്രൗപദിയിലൂടെ മുഴുകി കേൾക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രത്യേക. ശരി മിഥുൻ, ഇപ്പോൾ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ മടക്ക യാത്രയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. യാത്രയയപ്പ് ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. राष्ट्रपति भवन आज नए राष्ट्रपति का स्वागत कर रहा है, तो पूर्व राष्ट्रपति को विदाई भी दे रहा है. A truly traditional and ceremonial send-off, lining the sides of the entrance, the president's bodyguard paying full respect to their former chief, the Supreme Commander. A picture speaks 1,000 words. Moments captured for eternity. The presidential vehicle escorted with full honor from the official abode of the President of India, and in it, former President Shri Kovind,
along with India's 15th President, Srimati Draupadi Murmu, seeing him off. और अब राष्ट्रपति भवन के प्रांगण से माननीय प्रधानमंत्री श्री नरेंद्र मोदी का प्रस्थान। Prime Minister Narendra Modi, who was here to welcome the new president and say goodbye to the former president, now is aboard his vehicle and is leaving the forecourt of Rashtrapati Bhavan after a ceremony that made many memories. एक यादगार समारोह जिसकी यादें हम सबके न सिर्फ मन में रहेंगी बल्कि इतिहास में दर्ज हो चुकी हैं। वो यादें ऐतिहासिक और भव्य राष्ट्रपति भवन जो आज के इस समारोह का साक्षी है। स्वागत कर रहा है देश के 15वें राष्ट्रपति का। आज 25 जुलाई सन 2022 को देश में 15वें राष्ट्रपति ने शपथ ली है। बदलते भारत में बहुत कुछ बदला है और सोच भी बदली है। भविष्य में लोग जानेंगे किस तरह यह बदलाव कब हुआ, इसके प्रमाण यहां मिलेंगे। इस अभूतपूर्व बदलाव को देश और दुनिया ने देखा। इतिहास भी इन पलों को इतिहास में दर्ज होते हुए देख रहा है। धन्यवाद, नमस्कार। രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. രാഷ്ട്രപതി 15ാം രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. അല്പസമയം മുമ്പ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് യാത്രയയപ്പ് നൽകിയിരിക്കുകയാണ് രാഷ്ട്രപതി ഭവൻ. ഒപ്പം പ്രധാനമന്ത്രി, പുതിയ രാഷ്ട്രപതിക്ക് സ്വാഗതമർപ്പിക്കാനെത്തിയ പ്രധാനമന്ത്രി ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ നിന്നും മടങ്ങിയിരിക്കുകയുമാണ്. MG മിഥുനാണ് അവിടെ നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ കാണാം. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ റാഗിംഗിൽ പരാതി ഉന്നയിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾ സ്കൂളിൽ പ്രതിഷേധിച്ചു. പരാതിയിൽ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും പോലീസിനും വിദ്യാഭ്യാസ വകുപ്പും അന്വേഷിക്കുന്നുണ്ടെന്നും സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു. അതേസമയം സ്കൂളിനെ തകർക്കാനുള്ള ഗൂഢനീക്കമാണെന്നും ചെറിയ സംഭവത്തെ പെരുപ്പിച്ച് കാണിച്ചെന്നുമാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ആക്ഷേപം. സാധാരണ മുതിർന്ന കുട്ടികളും ചെറിയ കുട്ടികളും തമ്മിൽ പലപ്പോഴും തർക്കം നടക്കാറുണ്ട്. അത് അപ്പോൾ തന്നെ അധ്യാപകർ വിളിച്ചു തീർക്കാറുണ്ട്. ടോയ്ലറ്റിൽ പോകുന്ന തരത്തിലുള്ള തർക്കം, അതിൻ്റെ വിഷയത്തിൽ ഒരു കുട്ടിയെ ടോയ്ലറ്റിൽ മാറ്റി നിർത്തി അവിടെ ഇറക്കി വിട്ടതാണ് വിഷയം. അത് സ്വാഭാവികമായിട്ടും ഇത് വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു വലിയ സംഭവമായി മാറ്റിയെടുത്തത് ഈ സ്കൂളിൽ ഈ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന പൊതുവിദ്യാഭ്യാസത്തെ തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ആളുകൾ ചേർത്ത് ശ്രമമാണെന്ന് മനസ്സിലാക്കാം. കാവ്യ എന്ന് പറയുന്ന നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടി, ആ കുട്ടിയെ കൊണ്ട് മനഃപൂർവ്വം ആ കുട്ടിയുടെ ഒരു അങ്ങനത്തെ ബന്ധു ശ്രീലക്ഷ്മി ആ കുട്ടി പറയിപ്പിച്ചത് ആ കുട്ടിയുടെ പറയുക, ഈ കാവ്യ തന്നെ പറയുകയാണ്, എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. 8 മിനിറ്റുള്ളൊരു ഓഡിയോ ക്ലിപ്പ് ഇറങ്ങിയിട്ടാണ്. ഇപ്പോൾ ഈ സ്കൂളിനെ തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ആരൊക്കെയോ ചെയ്ത ശ്രമമാണ്. അല്ലാതെ ഈ സംഭവം ചെറിയ സംഭവത്തെ ഇത്രയും വലിയ സംഭവമാക്കി മാറ്റിയെടുത്തത് ഈ പറഞ്ഞ ആദ്യ സുവിയും മറ്റു ചില ആളുകളാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം.
വിവരങ്ങളുമായി SS ശരൺ ചേരുന്നു. ശരൺ, എപ്പോഴാണ് രക്ഷകർത്താക്കൾ പ്രതിഷേധവുമായി സ്കൂളിലെത്തിയത്? ഇപ്പോൾ അവർ പിരിഞ്ഞുപോയോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, നേരത്തെ ഈ 5-6 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ റാഗിംഗ് പരാതി ഉന്നയിച്ചിരുന്നത്. റാഗിങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടും സ്കൂൾ അധികൃതർ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ പരാതി. ഇന്നലെ നമ്മൾ രക്ഷിതാവിന്റെ ബൈറ്റ് പുറത്തുവിട്ടിരുന്നതാണ്. ഇതിന് പിന്നാലെയാണ് കൂടുതൽ രക്ഷിതാക്കൾ സ്കൂളിൽ നേരിട്ടെത്തി പ്രതിഷേധം അറിയിച്ചത്. ഒപ്പം തന്നെ പ്രിൻസിപ്പലിനെ കണ്ട് ആശങ്കയും രക്ഷിതാക്കൾ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഈ രക്ഷിതാക്കളുടെ ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയ്തിരിക്കുന്നത്. അതായത് ചെറിയ സംഭവത്തെ പെരുപ്പിച്ച് കാണിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും സ്കൂളിനെ തകർക്കാനുള്ള ഗൂഢനീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും രക്ഷിതാക്കൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്കൂൾ അധികൃതർ ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ TC വാങ്ങി കുട്ടികളെ ഇവിടെ നിന്ന് സ്കൂളിൽ നിന്ന് മാറ്റുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് രക്ഷിതാക്കൾ നൽകിയിരിക്കുന്നത്. ഏതായാലും രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസ് ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തി വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ച അന്വേഷണവും തുടരുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഉപഡയറക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. ശരി. ശ്രീറാം വെങ്കട്ടരാമനെ ആലപ്പുഴ കളക്ടറാക്കിയതിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ. കളക്ടറേറ്റിന് മുന്നിലാണ് ധർണ. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, പ്രതിഷേധം എങ്ങനെ തുടരുന്നു? മാധ്യമപ്രവർത്തകൻ KM ബഷീറിന്റെ കൊലപാതകവുമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ 1-ാം പ്രതിയായ ശ്രീറാം വെങ്കട്ടരാമനെ ആലപ്പുഴ കളക്ടറായി നിയമിക്കുന്നതിനെതിരെയാണ് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇന്നലെ തന്നെ കോൺഗ്രസിന്റെ വിവിധ നേതാക്കൾ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കന്മാർ ഇത് അനുചിതമായ നടപടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ധർണ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിലാണ് പ്രവർത്തകർ പങ്കെടുത്തുകൊണ്ട് ധർണ നടത്തിയത്. അടിയന്തരമായി ഇത്തരം പ്രതിഷേധ സമരങ്ങളിലേക്ക് നീങ്ങുന്നത് അനുചിതമായ സർക്കാർ നടപടി അനുചിതമാണെന്നും അതുതന്നെ നിയമവ്യവസ്ഥയ്ക്ക് കളങ്കം ചേർത്തതാണെന്നുമാണ് ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള ആളുകൾ ധർണയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വവും ഇന്നലെ പ്രതിഷേധം അറിയിച്ചിരുന്നു. മാധ്യമപ്രവർത്തക യൂണിയനുമൊക്കെ ഈ സംഭവത്തിനകത്ത് ശ്രീറാമിന്റെ നിയമനത്തിനെതിരെ പ്രതിഷേധം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡർ അടക്കം കൈകാര്യം ചെയ്യുന്ന ജില്ലാ കളക്ടർ ഇത്തരം കളങ്കിതനായ വ്യക്തിയാകുന്നത് അനുചിതമാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തുന്ന വാദം. ശരി, ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിലാണ് കോൺഗ്രസിന്റെ ധർണ ഇപ്പോഴും തുടരുന്നത്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. CSI സഭാ ആസ്ഥാനത്ത് ED റെയ്ഡ്. തിരുവനന്തപുരം പാളയത്തെ LMSൽ ഉൾപ്പെടെ 4 ഇടങ്ങളിൽ പരിശോധന 4 മണിക്കൂറായി തുടരുകയാണ്. കാരക്കോണം മെഡിക്കൽ കോളേജ് കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, എപ്പോഴാണ് ഈ പരിശോധന ആരംഭിച്ചത്? ഇപ്പോഴും തുടരുകയാണോ? പരിശോധന ഇപ്പോഴും തുടരുകയാണ്. രാവിലെ 6 മണിയോടുകൂടിയാണ് പരിശോധന ആരംഭിച്ചത്. ഇപ്പോൾ 6 മണിക്കൂർ പിന്നിടുകയാണ്. ബിഷപ്പ് ധർമ്മരാജ റസാലിനുമായും ചോദ്യം ചെയ്യൽ കഴിഞ്ഞിരുന്നു. എന്തായാലും ED പരിശോധന ഇപ്പോഴും തുടരുന്നത്. 2019 കേസിനാസ്പദമായ സംഭവം. 2019 തലവരി പണം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വെള്ളറട പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതുകൂടാതെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട പരാതിയിൽ EDയും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിനുശേഷം കൂടുതൽ അന്വേഷണം മുന്നോട്ട് പോയില്ല. വെള്ളറട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടെങ്കിലും അതിൽ ബിഷപ്പ് അടക്കം പ്രതിയായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ബിഷപ്പിനെ എതിർക്കുന്ന CSI സഭയിലെ ഒരു വിഭാഗം കോടതിയെ സമീപിച്ചു. അതിനെ തുടർന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ED ഇപ്പോൾ കൂടുതൽ പരിശോധനയും ശക്തമാക്കിയത്. ബിഷപ്പ് ഹൗസ് കൂടാതെ സഭാ സെക്രട്ടറി പ്രവീണിന്റെ 2 വസതികൾ കൂടാതെ CSI കാരക്കോണം മെഡിക്കൽ കോളേജ് ഡയറക്ടർ ബെനറ്റ് എബ്രഹാമിന്റെ വസതി എന്നിവിടങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട്. CSI സഭാ ആസ്ഥാനത്ത് ED റെയ്ഡ് തുടരുകയാണ്. 4 ഇടത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സിറോ മലബാർ സഭാ തർക്കത്തിൽ ബിഷപ്പ് ആന്റണി കരിയിൽ സ്ഥാനമൊഴിയണമെന്ന വത്തിക്കാൻ നോട്ടീസ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തൻ വികാരി സ്ഥാനം ഒഴിയാനാണ് നിർദ്ദേശം. വത്തിക്കാൻ സ്ഥാനപതി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചാണ് നോട്ടീസ് നൽകിയത്. വിമത വൈദിക സമരത്തെ പിന്തുണച്ചതിനാണ് നടപടിയെന്നാണ് സൂചന. എന്നാൽ ബിഷപ്പ് ആന്റണി കരിയിലിനെ മാറ്റാനുള്ള വത്തിക്കാന്റെ നടപടി അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് വൈദികർ. വത്തിക്കാൻ സ്ഥാനപതിക്ക് എതിരെ വൈദികർ പ്രമേയം പാസാക്കി. രാജിവെക്കേണ്ടത് മാർ ജോർജ് ആലഞ്ചേരിയെന്നും അഭിപ്രായം ഉയർന്നു. ഇവിടുത്തെ സിനഡും വത്തിക്കാനും ഈ അതിരൂപതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ടുള്ള ഒരു രീതിയാണോ സ്വീകരിക്കുന്നത്, അതോ പ്രശ്നങ്ങൾ കുറച്ചുകൂടി വഷളാക്കാനായിട്ടാണ് നോക്കുന്നത് എന്നുള്ള ബലമായ സംശയം ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഒരു പ്രതികാര ബുദ്ധിയോടെയാണോ പ്രവർത്തിക്കേണ്ടത് കത്തോലിക്ക തിരുസഭയിൽ? അല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
ഇവിടെ എവിടെയൊക്കെയോ ചില വശപ്പിശകുകൾ ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനാൽ ഞങ്ങൾ ഇന്നൊരു ഓപ്പൺ ലെറ്റർ നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നുണ്ട്. ഒരു ഓപ്പൺ ലെറ്റർ ഈ സിനഡിലെ മെത്രാൻമാർ, സീറോ മലബാർ സഭ ഒരു വ്യക്തിസഭയാണ്. ആ വ്യക്തിസഭയാണെങ്കിൽ ഇവിടുത്തെ ഒരു മെത്രാന്റെ നിയമനവും ഒരു മെത്രാന്റെ രാജിയുമെല്ലാം ഇവിടുത്തെ സിനഡാണ് തീരുമാനിക്കുന്നത്, വത്തിക്കാനല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിപ്പോൾ വത്തിക്കാനിൽ നിന്നും വരുന്നതെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്, ചരിത്ര പ്രസക്തമാണ്. സുഹൃത്തിന്റെ അച്ഛന് കരൾ പകുത്തു നൽകിയ യുവാവ് തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ ദുരിതക്കയത്തിൽ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പക്ഷാഘാതം വന്ന യുവാവിനെ തിരിഞ്ഞു നോക്കാൻ പോലും സുഹൃത്തിന്റെ കുടുംബം തയ്യാറായില്ല. ഉള്ളതെല്ലാം വിറ്റുപിറക്കി ചികിത്സ മുന്നോട്ട് നീക്കുന്ന കുടുംബത്തിന് സുമനസ്സുകൾ നൽകുന്ന സഹായമാണ് കൈത്താങ്ങാകുന്നത്. ഇത് തിരുവനന്തപുരം സ്വദേശി രഞ്ജു. ആത്മാർത്ഥ സുഹൃത്തിന്റെ പിതാവ് ലിവർ സിറോസിസ് ഗുരുതരമായി മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ സ്വന്തം കരൾ പകുത്തു നൽകി. ഗൾഫിൽ ഉന്നത ഉദ്യോഗമുണ്ടായിരുന്ന രഞ്ജു നാട്ടിൽ വന്ന് ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്തായിരുന്നു ഇങ്ങനെയൊരു സത്കൃത്യം ചെയ്തത്. എന്നാൽ അന്നു മുതൽ ജീവിതം മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു. ശസ്ത്രക്രിയ കഴിഞ്ഞതോടെ പക്ഷാഘാതം വന്ന് കിടപ്പിലായി. ഫ്രണ്ടിൻ്റെ ഫാദറിന് ലിവർ സിറോസിസ് എന്നെ സഹായിച്ചതാണ്. അപ്പം നമ്മൾ സഹായിക്കുന്നതിന് മുമ്പ് ലിവർ ഡൊണേറ്റ് ചെയ്യുന്ന പല ഡോക്ടർമാരായിട്ടും കൺസൾട്ട് ചെയ്തായിരുന്നു. അപ്പം ഡോണർക്ക് ഒരു പ്രശ്നവും വരത്തില്ല, സംഭവിക്കണമെങ്കിൽ റിസിപ്പൻറ്റിനെ സംഭവിക്കുള്ളൂ. ഇപ്പം 99% ഒന്നും സംഭവിക്കില്ലെന്ന് ഉറപ്പിന്മേലാണ് ലിവർ ഡൊണേറ്റ് ചെയ്തത്. പക്ഷേ സർജറിക്കിടയിൽ കോംപ്ലിക്കേഷൻ വന്നെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോൾ പാരലിസാണ് കൈ. ഇപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ചെയ്ത് 2 നേരം ചെയ്യണോണ്ട് കൈ അനക്കാൻ പറ്റുന്നുണ്ട്. കാല് കീപ്പോട്ട് പാരലൈസാണ്. കഴിഞ്ഞ 2 വർഷമായി വിവിധ ആശുപത്രികൾ വഴി തുടരുന്ന ചികിത്സയും ഫിസിയോതെറാപ്പിയും മൂലം കൈകൾ ചലിപ്പിക്കാം എന്ന രീതിയിലായിട്ടുണ്ട്. എങ്കിലും ഇനിയും ഒട്ടനവധി കടമ്പകൾ ബാക്കി. വിവരമറിയിക്കുന്നതിനും സഹായം ചോദിക്കുന്നതിനുമായി സുഹൃത്തിന്റെ കുടുംബത്തെ ബന്ധപ്പെട്ടെങ്കിലും ഒരു ഫലവുമുണ്ടായില്ല. എന്തായാലും ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനനുസരിച്ച് പുരോഗതി വരുന്നുണ്ട്. നമ്മൾ ഫണ്ടിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ റിക്കവറി സ്ലോ ആണ്, എന്നാലും റിക്കവറി ചെയ്യും എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ഇല്ല, നമ്മൾ ഫസ്റ്റ് ടൈം ഹോസ്പിറ്റലിൽ സ്ട്രോക്ക് വന്നെന്ന് പറഞ്ഞാൽ അവർ വന്ന് കണ്ടു. പിന്നെ ഞങ്ങളോട് വാക്കുപോലും പറയാതെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോയത്. ഇപ്പോൾ ഇത്രയും നാളായിട്ട് ഒരു കോളോ ഒന്നുമില്ല. ഞങ്ങളങ്ങോട്ട് വിളിച്ചാലും എടുക്കില്ല. സ്ഥലം മാറിപ്പോയി, വീട് മാറിപ്പോയിട്ടുണ്ട്. പിന്നെ ഒരു കോൺടാക്റ്റും ഇല്ല. ഇപ്പോൾ കോൺടാക്ട് ചെയ്യാൻ നമ്പറില്ല. അവരുടെ നമ്പറൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വിദേശത്തുണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് രശ്മി സഹോദരനൊപ്പം ചികിത്സയ്ക്ക് വേണ്ടി തുടരുകയാണ്. കയ്യിലുള്ള പണമെല്ലാം ചികിത്സയ്ക്ക് ഇതിനകം ചെലവാക്കി കഴിഞ്ഞു. ഇടപ്പള്ളിയിൽ വാടക വീട്ടിലാണ് ഇപ്പോൾ താമസം. രഞ്ജുവിനെ സഹായിക്കാൻ ചികിത്സാനിധി രൂപീകരിച്ചിട്ടുണ്ട്. രശ്മി ആർ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആറ്റിങ്ങൽ ബ്രാഞ്ച്, അക്കൗണ്ട് നമ്പർ 01145000109508, IFSC കോഡ് 000114, ഗൂഗിൾ പേ 9544399012. ന്യൂസ് 18 കൊച്ചി.